ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴായി ഉണ്ടാകുന്ന പലതരം ചോദ്യങ്ങൾ നമ്മുടെ ഉത്തരം മുട്ടിച്ചേക്കാം. ചിലപ്പോൾ ആ ചോദ്യം നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം. അത്തരം ചോദ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ഉത്തരം കിട്ടുക? ആരോടാണ് ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം ചോദിക്കുക? എവിടെ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക? പലപ്പോഴും ഈ ഉത്തരമില്ലാതെ നമ്മൾ ജീവിതത്തിൽ വിഷണ്ണരായി പോകുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുക. ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഒരുപക്ഷെ കാണാനാവും. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തകർന്നു പോകുന്നവരായിത്തീരും. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരായിത്തീരും. പ്രത്യാശയില്ലാത്തവർ അപകടകരമായ സ്വഭാവമുള്ളവരായിത്തീരും. പ്രത്യാശയില്ലാതെ അപകടകരമായ സ്വഭാവം നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നല്ല സാമൂഹ്യ ചുറ്റുപാടുകളും നമ്മളിൽ നിന്ന് ഇല്ലാതാക്കും. അതുകൊണ്ട് വിശ്വാസം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ശരിക്കും വിശ്വാസം എന്ന് പറഞ്ഞാൽ? ദൈവത്തിലുള്ള ആശ്രയത്വമാണ് വിശ്വാസം. എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകാൻ കഴിവുള്ളവനാണ്. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവും പരിപാലകനുമാണ്, സംരക്ഷകനുമാണ്. അവന് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളരെ നിസ്സാരമാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവമേ, ഞാൻ എൻ്റെ പരിമിതങ്ങളായ അറിവുകൾ വെച്ചുകൊണ്ട് എൻ്റെ ജീവിത പ്രശ്നങ്ങളെ നോക്കിക്കാണാതെ, എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പരിഹാരം എൻ്റെ ഇഷ്ടമാക്കി മാറ്റണം. ഒരുപക്ഷെ മറ്റു പലർക്കും നമ്മളെക്കുറിച്ച് ഒരുപാട് കുറവുകൾ പറയാനുണ്ടാവും, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാകും. പക്ഷേ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപഴകുമ്പോൾ അതെല്ലാം മാറ്റാൻ എനിക്ക് സാധിക്കും. ഒരു കൂട്ടുകാരനോട് എന്ന പോലെ, ഒരു സുഹൃത്തിനോട് എന്ന പോലെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ്, കർത്താവിനെ വിശ്വസിക്കുന്നതാണ്. ഒരു സുഹൃത്തെന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ കർത്താവിനോട് പങ്കുവയ്ക്കുകയും ദൈവം അതിന് നമുക്കൊരു ഉത്തരം നൽകുകയും ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഇനിയും ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലൂടെ അത് വളരുന്നുവെന്നും ദൈവം എനിക്കായി കരുതുന്നു എന്നും നമ്മൾ വിശ്വസിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്നു, അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദൈവവുമായിട്ടൊരു സുഹൃത്തിനോട് പോലെയുള്ള ബന്ധം സ്ഥാപിക്കുകയും അത് നമ്മൾ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യണം. ഞാൻ ദൈവത്തെ കൂടുതലായിട്ട് അറിയുമ്പോൾ ഞാൻ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കും. ദൈവം എന്താണ്? ദൈവം ആരാണ്? ദൈവം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇടപഴകുന്നത്? ദൈവത്തിന് എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് ദൈവത്തെ നമ്മൾ അടുത്ത് അറിയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ആശ്രയത്വം കൂടും. അങ്ങനെ ആശ്രയത്വം കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശ്വാസത്താൽ നയിക്കാൻ നമുക്ക് സാധിക്കും. ഒന്നാമതായി, നമ്മുടെ മതപരമായ അനുഭവങ്ങളുടെ സത്തയാണ് വിശ്വാസം. എബ്രായർക്ക് ലേഖനം 11 അധ്യായം 1 വാക്യം. വിശ്വസിക്കുക എന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നമ്മൾ ആശിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതം സന്തോഷകരമായി പോകുമെന്ന്, നമ്മുടെ ജീവിതം സമാധാനകരമായി പോകുമെന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടാകും, ഞാൻ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കും, യേശു വരുമ്പോൾ ഞാൻ ദൈവത്തോടൊപ്പം ജീവിക്കും, ഇങ്ങനെയുള്ള നമുക്ക് ഇപ്പോൾ നേരായിട്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പാണ് എന്ന് നമ്മൾ മനഃപൂർവ്വം
വിശ്വസിക്കുന്നതാണ് ശരിക്കും വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ ദൈവം എനിക്കൊപ്പമുണ്ട് എന്നുള്ള നമ്മുടെ ഉറപ്പാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. മർക്കോസ് 11:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, നമ്മുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവുമായി ആശ്രയത്തിൻ്റെ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുകയാണ്. കർത്താവ് നമ്മളോട് അവനുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നിങ്ങൾ കടലിൽ പോയി ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. അതായത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, നമ്മൾ എന്ത് കാര്യത്തിലും വിശ്വസിച്ചുകൊണ്ട് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ നന്മ വരും, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തെ തിരുത്താൻ പറ്റും, മാറ്റാൻ പറ്റും, എനിക്കൊപ്പമുള്ളവരെ തിരുത്താൻ പറ്റും, എനിക്ക് മാറ്റാൻ പറ്റും, അവരെ എനിക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റും, എനിക്ക് അവരുടെ തെറ്റുകൾ തിരുത്താൻ കഴിയും ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി എന്ന് വിശ്വസിക്കുന്നതാണ്. ഇനി ബൈബിൾ പറയുന്നു, നിങ്ങൾ അത്തരത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കഴിവിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ, പ്രപഞ്ച സൃഷ്ടിതാവും പരിപാലകനുമായി ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, എൻ്റെ ജീവിതത്തിലെ കാര്യത്തിൽ ദൈവത്തിന് ഇടപഴകാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് മലയോട് കടലിൽ പോയി ചാടാൻ പറഞ്ഞാൽ ആ മല പോലും നീങ്ങിപ്പോകുമെന്ന് ബൈബിൾ നമ്മളോട് പറയുന്നു. പക്ഷെ നമുക്കെത്ര വിശ്വാസമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പലപ്പോഴും നമ്മൾ സംശയിച്ചു കൊണ്ടാണ് പറയുന്നത്, ഇല്ലേ? നമ്മൾ ദൈവത്തോട് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, മറ്റു പലയിടത്തുമൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം, ദൈവം ഇടപെട്ടെങ്കിലോ. നമ്മളുടെ മനുഷ്യപരമായ എല്ലാ അന്വേഷണങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിലാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നത്. പകരം ദൈവമേ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപഴകണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ആ പ്രശ്നത്തിന് പരിഹാരം ചോദിച്ചു നോക്കൂ. ഉറച്ച വിശ്വാസത്തോടെ, ഉറച്ച കാൽവെപ്പോടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപഴകുന്നത് നമുക്ക് കാണാനാവും. തീർച്ചയായിട്ടും എബ്രായർക്കെഴുതിയ ലേഖനം 11:6 ഇങ്ങനെ പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വിശ്വാസത്തിലാണ് ദൈവത്തെ നമുക്ക് സംപ്രീതനാക്കാൻ പറ്റുക. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വസിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടുന്നത്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപഴകും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നോക്കൂ, വിശ്വാസം ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെട്ട് കണ്ടിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നോക്കൂ, വിശ്വാസം ഏതൊക്കെ തരത്തിലാണ് നമ്മളുടെയൊക്കെ ജീവിതങ്ങളിൽ ഇടപെട്ടിട്ടുള്ളതെന്ന്. എലീശ പ്രവാചകനോട് ദൈവം പറയാണ്, എലിയാ പ്രവാചകനോട് ദൈവം പറയുന്നു, നീ ആഹാബ് രാജാവിനോട് പറയൂ, അടുത്ത 3.5 വർഷത്തേക്ക് മഴ പെയ്യില്ല നിൻ്റെ രാജ്യത്തുനിന്ന്. ഒരു മനുഷ്യൻ എങ്ങനെ പോയി രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പറയാൻ പറ്റും, അതാ ഞാൻ പറയുകയാണ് ഇനി 3 വർഷത്തേക്ക് ഇവിടെ മഴ പെയ്യരുതെന്ന്? നമുക്ക് പറയാൻ പറ്റുമോ? എന്ത് വിശ്വാസമാണത്! നോക്കൂ, ദൈവമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോയി രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് പറയും ഇനി 3.5 വർഷത്തേക്ക് ഇവിടെ മഴ പെയ്യത്തില്ല. മഴ പെയ്യത്തില്ല. 3.5 വർഷത്തേക്ക് ഇസ്രായേലിൽ മഴ പെയ്തില്ല. നോക്കൂ, വിശ്വാസമെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് നീവിക്കാനുള്ള ഒരു മന്ത്രം മാത്രമൊന്നുമല്ല. ഈവൻ ദ ഫിസിക്കൽ നേച്ചർ, ഭൗതിക ലോകത്ത് പോലും മഴയെ പിടിച്ചു നിർത്താൻ പോലും വിശ്വാസത്തിന് പറ്റിയെന്നുള്ളതാണ്.
നോക്കൂ, ഇതേ പ്രവാചകൻ സറാഫത്തിലെ വിധവയെ കാണുമ്പോൾ വിധവയോട് ചോദിക്കുന്നു, എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ തരണം. അപ്പോൾ വിധവയായ സ്ത്രീ പ്രവാചകനോട് പറയുന്നത് ഇതാണ്, അതെ, എൻ്റെ കയ്യിൽ ഒരപ്പം ഉണ്ടാക്കാനുള്ള മാവും ഒരപ്പം ഉണ്ടാക്കാനുള്ള എണ്ണയും മാത്രമേ ഉള്ളൂ. എൻ്റെ മോനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഇത് കഴിച്ച് അവനും ഇതുണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. എങ്ങനെ ഈ പാസ്റ്റർക്ക്, ഈ പ്രവാചകന് ചെന്ന് ആ അമ്മയോടും കുഞ്ഞിനോടും എനിക്കൂടെ ഭക്ഷണം തരുമെന്ന് പറയാൻ തോന്നും? നോക്കൂ വിശ്വാസം, നോക്കൂ വിശ്വാസം. ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി അത് കഴിച്ചിട്ട് ഇനി വേറെ ഒന്നും കഴിക്കാനില്ല. അടുത്ത കുറേ ദിവസം പട്ടിണി കിടന്നിട്ട് ഞങ്ങൾ മരിക്കാൻ തയ്യാറാവുന്നു. അവസാനത്തെ മാവ്, അവസാനത്തെ എണ്ണ. അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിൻ്റെ മനസ്സറിയൂ. കുഞ്ഞ് വിശന്ന് കരഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമേ നെഞ്ചു പൊടിയൂ. ആ അമ്മ ആ അപ്പം ഉണ്ടാക്കി പ്രവാചകന് കൊടുക്കുന്നു. ആ വീട്ടിൽ പിന്നെ എണ്ണയ്ക്കോ മാവിനോ ഒരിക്കലും കുറവ് വന്നിട്ടില്ല. നോക്കൂ, ഭൗതിക ലോകത്തെ പോലും വിശ്വാസത്തിന് മാറ്റാൻ കഴിയുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തോടു കൂടി ജീവിത പ്രശ്നങ്ങളെ സമീപിച്ചാൽ എൻ്റെ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപഴകാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സഹായം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. നമുക്ക് വേണ്ടുന്നത് വിശ്വസിക്കുക. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ്, പ്രപഞ്ചത്തിൻ്റെ പരിപാലകൻ, പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകൻ, അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായവൻ, വരുന്നവനും ഇരിക്കുന്നവനും ആയവൻ, സർവജ്ഞാനി, സർവശക്തൻ, സർവവ്യാപി, സർവവും അവനാൽ നയിക്കപ്പെടുന്നവൻ. ആ ദൈവമാണ് പറയുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. ഞാൻ നിങ്ങളുടെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നു. ഒരു സുഹൃത്തിനോട് ഇടപഴകുന്നത് പോലെ നിങ്ങൾ എന്നോട് സംസാരിക്കൂ. നിങ്ങൾക്ക് വലിയ പ്രയാസമായി തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ലഘുവാക്കി തീർക്കും. കാരണം നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം ഓരോ വ്യക്തിയും ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. ഓരോ വ്യക്തിയും ദൈവം അറിയുന്നു. ലോകത്ത് ഇത്ര കോടി ജനങ്ങളുള്ളപ്പോഴും ബൈബിൾ പറയുന്നത്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അതുമാത്രമല്ല, നീ നിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്നാണ്. നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ കൊത്തിവെച്ചിരിക്കുന്നു എന്നാണ്. I have carved your name in my hand. കാർവ് ചെയ്യുക, കൊത്തിവെക്കുക എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ളത് കാണുന്നത് ഈ കാമുകന്മാരാണ്. അവർ ബ്ലേഡ് കൊണ്ട് ഇവിടെ ശരീരത്തിൽ നമ്മുടെ ബോയ് ഫ്രണ്ടിൻ്റെയും ഗേൾ ഫ്രണ്ടിൻ്റെയൊക്കെ പേര് എഴുതി വയ്ക്കുന്നതാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ പേര് കൊത്തിവെച്ചിരിക്കുന്നു എന്നാണ്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, അത്രമാത്രം നമ്മളെ കരുതുന്ന ദൈവം, അത്രമാത്രം നമ്മളെ അറിയുന്ന ദൈവം. ആ ദൈവമാണ് നമ്മളോട് പറയുന്നത്, എന്നിൽ വിശ്വസിക്കൂ, എന്നിൽ വിശ്വസിക്കുക, ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ ശക്തനാക്കും എന്ന് പറയുന്നത് ആ ദൈവമാണ്. ദൈവത്തെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് കർത്താവിനോട് ചോദിക്കണം. കർത്താവേ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കറിഞ്ഞുകൂടാ, നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. നീ നയിക്കുന്ന പാതയിൽ ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് കർത്താവിനോട് നമുക്ക് പറയാൻ കഴിയണം. എബ്രായർ 10:23 പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക,
വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടാകണം. ദൈവം നമ്മളെ സഹായിക്കുമെന്ന്, ദൈവം നമ്മളെ വഴി നടത്തുമെന്ന്, ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്ന്. ദൈവത്തിന് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ കൂടുതൽ പ്രഷറിലാവുന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത്, ഈ പ്രശ്നം എത്ര വലുതായാലും അതിന് പരിഹാരം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് പരിഹാരം തരും. ആ ദൈവത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കൂ. ആ ദൈവം നമുക്ക് നൽകുന്ന പ്രതീക്ഷ, വിശ്വാസം, അവൻ്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം കുറഞ്ഞു വരും. നമ്മളിൽ ദൈവം നടത്തുന്നത് നമുക്കറിയാനാവും. അതുകൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഒരിക്കലും സ്റ്റക്കാവരുത്, നിന്നു പോകാനിടവരരുത്. കാരണം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. 17 വാക്യം, അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഞാനിനി ഓർക്കുകയില്ല. നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും നമ്മുടെ തെറ്റുകളും കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ അവനത് ഓർക്കത്തില്ല, മറന്നു കഴിയും. സാധാരണ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളൊരു തെറ്റ് ചെയ്താൽ ഒരു പക്ഷേ ആ തെറ്റ് അന്നേരം പൊറുക്കും. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ എനിക്കിത് മറക്കാൻ പറ്റില്ല. ഇനിയും ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടായാൽ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യം വരും. ചില ആളുകൾ പറയുന്നത് കേട്ടില്ലേ, ഓർക്കെ എനിക്ക് ദേഷ്യം വന്നു, കാണെ എനിക്ക് ദേഷ്യം വന്നു. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കൊന്നും ഒരു സിനിമ പോലെ നമ്മൾ ഈ പ്രശ്നങ്ങളെ, നെഗറ്റിവിറ്റികളെ വീണ്ടും ചർവിത ചവണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർവിത ചവണം. അപ്പോഴൊക്കെ നമ്മൾ നിരാശയിലാകും, അപ്പോഴൊക്കെ നമ്മൾ ദേഷ്യത്തിലാകും, അപ്പോഴൊക്കെ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങളും കോപങ്ങളും തെറ്റുകളും അകൃത്യങ്ങളും ഞാൻ മറന്നു കഴിഞ്ഞു, ഇനി ഞാൻ അത് ഓർക്കത്തേയില്ല. നീ എൻ്റെ അടുത്ത് വരുമ്പം, നീ പണ്ട് അങ്ങനെ ചെയ്തില്ലേ, നീ പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ, നീ നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, നീ അങ്ങനെ ആയിരുന്നല്ലോ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കില്ല. നമ്മൾ ഏറ്റു പറഞ്ഞ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു, മറന്നു കളഞ്ഞു. കർത്താവ് പറയുന്നത്, ഞാൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇട്ട് കഴിഞ്ഞു. സമുദ്രത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും സാധനങ്ങൾ പോയാൽ തിരിച്ചു വരില്ല, അങ്ങനെ തിരിച്ചു വരില്ല. കർത്താവ് അത്രമാത്രം നമ്മളെ കരുതുന്ന ദൈവമാണ്. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുറവുകൾ പുറത്തു കഴിഞ്ഞാൽ, അവൻ നമ്മളെ പിന്നെ അവൻ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മളെ കുറ്റപ്പെടുത്തത്തില്ല, നമ്മളെ ഒറ്റപ്പെടുത്തത്തില്ല, നമ്മളെ ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിർത്തില്ല. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുക. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? വേറെ ആരോടാണ് നമുക്ക് ബന്ധമുണ്ടാക്കാൻ കഴിയുക? നമ്മളെ കോപിക്കുന്ന ദൈവത്തോടോ, നമ്മളോട് പക തീർക്കുന്ന ദൈവത്തോടോ, നമ്മളെ ഒറ്റപ്പെടുന്ന ദൈവത്തോടോ? ക്ഷമിക്കാമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്, പൊറുക്കാമെന്ന് പറയുന്ന ദൈവമുണ്ട്, ഞാൻ ഇനി ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൂടെ? ആ ദൈവത്തെ നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ? ആ ദൈവം നമ്മളെ എത്രമാത്രം കരുതുന്നുണ്ട് എന്ന് ഓർക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ സഹായിക്കുകയില്ലേ? അതാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. വിശ്വാസത്താൽ വിശ്വസ്തനായവൻ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ മുറുകെ പിടിക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നങ്കൂരം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗോപുരം, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിച, നമ്മുടെ വിശ്വാസത്തിൻ്റെ താരകം, അവനെ നമ്മൾ മുറുകെ പിടിക്കുക. ആ നങ്കൂരത്തിൽ പിടിച്ചു കിടന്നാൽ ഏത് കൊടുങ്കാറ്റിനെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. ആ നങ്കൂരത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ കാറ്റിലുലയുന്ന ഏത് പ്രതിസന്ധികളെയും
നമുക്ക് അതിജീവിക്കാനാകും. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ, അതിൻ്റെ പൂർത്തി വരുത്തുന്ന കർത്താവ്, അവനിൽ നമുക്ക് ആശ്രയിക്കാം, അവനെ നമുക്ക് വിശ്വസിക്കാം, അവനെ നമുക്ക് സ്നേഹിതനാക്കാം. അവനോടുള്ള ഈടാർന്ന ബന്ധം മുഖാന്തരം അവനൊപ്പം നമ്മുടെ ജീവിതയാത്രയെ നമുക്ക് നടന്നകറ്റാം. നമ്മൾ തീർത്ഥയാത്രയാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആരും സ്ഥിരമല്ല. നമ്മൾ പോകുന്നത് ഒരു തീർത്ഥയാത്രയിലേക്കാണ്, നിത്യജീവിതത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ നമുക്ക് ചുറ്റും വേണ്ടുന്ന ചോദ്യങ്ങൾ, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന പ്രതിസന്ധികൾ, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കർത്താവ് നമ്മുടെ ഒപ്പമുണ്ടാകും. നോക്കൂ, ദാനിയേലിനെയും കൂട്ടുകാരെയും തീച്ചൂളിയിലേക്ക് എറിഞ്ഞു കളയുമ്പോൾ അവർ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വിശ്വസിക്കുന്ന ദൈവം ആ പ്രശ്നത്തിന് നടുവിലേക്ക് ഇറങ്ങി വന്നു. 4മതൊരാളായി, ഒരു കൂട്ടുകാരനായി അവരുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് അഗ്നിനാളങ്ങൾക്കുള്ളിലൂടെ നടക്കുന്ന ദൈവത്തെ കാണാം. ആ അഗ്നി അവരെ ദഹിപ്പിച്ചില്ല. അഗ്നിയുടെ മണം പോലും അവർക്കുണ്ടായില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ദൈവം, ഈ ദൈവത്തെ അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് ആശ്രയിക്കാൻ തോന്നുക? ഈ ദൈവത്തെ അല്ലാതെ വേറെ ആരെയാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമുക്കിടം കൊടുക്കാൻ തോന്നുക? കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ ആവശ്യമുണ്ട്. അവൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. ഓരോ വ്യക്തിക്കും ദൈവം വിശ്വാസത്താൽ നിലനിൽക്കാൻ ദൈവം അവസരം നൽകിയിരിക്കുന്നു. അല്പവിശ്വാസം പോലും ദൈവത്തിൻ്റെ അതിശയകരമായ പ്രവർത്തന ശക്തിയുമായി ബന്ധിപ്പിക്കുന്നു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അത്രമാത്രം വിശ്വാസമുണ്ടായാൽ പോലും ദൈവം അവൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ചൊരിയും. അവൻ്റെ ഇടപഴകൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അവൻ ഏറ്റെടുക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്യകൾക്ക് അവൻ ഉത്തരമാകും. കാരണം അവന് നിങ്ങളെ ആവശ്യമുണ്ട്. വേദപുസ്തകം വായിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, അവനോട് ആശയവിനിമയം നടത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം. കേൾവിയാലത്രേ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അവനിൽ നിന്ന് കേൾക്കുക, അവനെക്കുറിച്ച് കേൾക്കുക, അവനെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികൾ നമുക്ക് മുന്നിൽ മാറി പോകും. നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാനാകും. നമ്മുടെ കടമ്പകളെ നമുക്ക് കടക്കാനാകും. നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കളിയാടും. ഈ കർത്താവിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനാക്കി തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക്, അവനുമായിട്ടുള്ള നിലപാടെന്താണ്, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, നിങ്ങളുടെ റോൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ നിങ്ങളുടെ ഈ ലോക ജീവിതത്തെ, കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ജീവിതയാത്രയെ സുഗമമാക്കി തീർക്കാൻ അവൻ്റെ കരത്തോട് കരൽ ചേർക്കാനും, അവൻ്റെ കരളിനോട് കരൽ ചേർക്കാനും ഈ നിമിഷം നമ്മുടെ ഹൃദയത്തെ തുറക്കാമോ? അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോട് കൂടെ അത്താഴം കഴിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വരണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിന്നോടൊപ്പം എൻ്റെ ജീവിതക്കടലിനെ കടക്കാൻ അങ്ങൻ്റെ കാവലായിരിക്കണമേ. അങ്ങയുടെ ചുമലിൽ ഞാൻ പിടിക്കട്ടെ, അങ്ങയുടെ കരത്തിൽ ഞാൻ ചേർത്ത് പിടിക്കട്ടെ. അതുമാത്രം മതി എൻ്റെ ജീവിതത്തെ നന്മയിൽ കൊണ്ടുപോകാൻ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പങ്കുവച്ചു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നതിന് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം